വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല ബൈബിൾ. ഓക്കെ. അതായത് നമ്മുടെ ആ, നബി തിരുമേനിക്ക് കിട്ടിയ ആ ഖുറാൻ ഇന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അത് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇല്ലാത്തൊരു ഖുറാനാണ്. നബി തിരുമേനിയോട് അള്ളാഹു പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് തന്ന ഖുറാൻ അത് സംരക്ഷിക്കുന്ന ചുമതല എനിക്കുള്ളതാണ്. ഓക്കെ. എന്നിട്ട് ആ ഖുറാൻ സംരക്ഷിച്ചോ? ഇല്ല. നബി തിരുമേനി എഴുതിയ ആ ഖുറാൻ എവിടെയാണ്? പരന്ന കല്ലുകൾ, പനയോലകൾ, ഒട്ടകത്തിൻ്റെ എല്ലുകൾ, കൂടാതെ മൃഗത്തിൻ്റെ തോലുകൾ. അദ്ദേഹം വന്ന് എഴുതി വെച്ചു. അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല എങ്കിൽ കൂടി അദ്ദേഹം അത് എഴുതി വെച്ചു. എന്തിനു വേണ്ടിയാ? ഭാവി തലമുറകൾ അത് വായിച്ച് മനസ്സിലാക്കണം. യാസറെ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അതാണ് ഒറിജിനൽ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ യാസർ വന്നൊരു ഒരു ഒരു കീച്ച് കീച്ചല്ലോ. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? യാസർ ഖുറാൻ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഇല്ലാത്തൊരു ഖുറാൻ. മനസ്സിലായില്ലേ? ഞാൻ എവിടെയെങ്കിലും ഖുറാൻ വ്യാഖ്യാനിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഖുറാനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞ താങ്കൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഖുറാൻ വിശ്വാസിയാണെന്ന് താങ്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിയില്ല താങ്കൾ വിശ്വാസിയാണോ അപ്പൊ പിന്നെ അല്ലയോ. എന്നോട് താങ്കളുടെ ഞാൻ പേര് ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ തന്നത് എസ്പിൽപേ. ഞാൻ ഇത് ചെയ്യാണ്, ഹരിച്ചേട്ട എടുത്തോളൂ. ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി, ഇദ്ദേഹം കുറേ നേരമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ രണ്ട് വാക്യങ്ങൾ പറയാൻ വന്നതാണ്, അത്രേ ഉള്ളൂ. പേര് നിങ്ങളിങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ ആളല്ല. പേര് നിങ്ങളിങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ ആളല്ല. പേര് നിങ്ങളിങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ ആളല്ല. നിങ്ങൾ ഖുർആൻ ആരോടെങ്കിലും പറയണം, അവരോട് ചെന്ന് പറയാം, എന്നോടല്ല പറയേണ്ടത്.